ഹായ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു. നമ്മൾ ഈ വിസ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ NFC ഉള്ള ഫോൺ വേണം. ആൻഡ്രോയിഡ് ആണെങ്കിൽ അതും, അല്ലെങ്കിൽ ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീരീസ് 7 അതിനേക്കാട്ടിലും പുതിയൊരു വേർഷൻ ആയിരിക്കണം. കാരണം ഇതിൽ നമുക്ക് നമ്മുടെ BRP കാർഡും ഒക്കെ സ്കാൻ ചെയ്ത് കയറ്റാനുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ചിപ്പ് സ്കാൻ ചെയ്യാനുണ്ട്. സോ അങ്ങനെ ഒരു ഫോൺ ഉള്ളവരാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ഇൻ കേസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അത്രയും പ്രൊസീജിയേഴ്സ് മാത്രം വേറൊരു ഫോണിൽ ചെയ്യുക. അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ കാണുമല്ലോ. അപ്പം ബാക്കിയെല്ലാം നമ്മുടെ ഫോണിൽ ചെയ്തിട്ട് ഇത് വരുമ്പോൾ മാത്രം വേറൊരു ഫോണിലേക്ക് മാറ്റാം. അത് ഞാൻ ആ ടൈം ആകുമ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 ആപ്ലിക്കേഷൻസും കൂടെ ഡൗൺലോഡ് ചെയ്ത് വെക്കാനുണ്ട്. ഇതാണ് 2 ആപ്ലിക്കേഷൻ. UK ഇമിഗ്രേഷൻ ID ചെക്കും, അതേപോലെ തന്നെ ട്രസ്റ്റ് ID ചിപ്പ് റെക്കോർഡർ എന്ന് പറഞ്ഞ 2 ആപ്ലിക്കേഷൻസും കൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹാവ് യു എവർ പ്രൊവൈഡഡ് യുവർ ഫിംഗർ പ്രിൻറ്റ്സ് ഫോർ എ UK വിസ ആപ്ലിക്കേഷൻ? അതെന്തായാലും നമ്മളെല്ലാവരും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. 4 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇവർ ഫിംഗർ പ്രിൻ്റ് എടുക്കാത്തത്. ബാക്കി എല്ലാവർക്കും യെസ് ആണ്. കണ്ടിന്യൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ BRPയിലെ പേരും നമ്മുടെ കറൻറ്റ് പാസ്പോർട്ടിലുള്ള പേരും സെയിം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് ഉള്ളവർക്ക് യെസ് കൊടുക്കാം, നോ ആണെങ്കിൽ നോ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. അതേപോലെ ചെക്ക് യുവർ ആപ്പ്. ഓക്കെ, ഇനിയാണ് ഞാൻ പറഞ്ഞ കാര്യം വരുന്നത്. ഐഫോണോ അല്ലെങ്കിൽ NFC ഉള്ളൊരു ഫോണോ വേണം. നിയർ ഫിറ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ളൊരു ഫോൺ വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഫോൺ എടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തിരിച്ച് വന്നിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാവുന്നതാണ്. എനിക്ക് അങ്ങനൊരു ഫോൺ ഉള്ളത് കൊണ്ട് ഞാനിതിൽ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. UK വിസാസ് ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് അതേപോലെ തന്നെ നമ്മുടെ BRP കാർഡും എടുത്ത് കയ്യിൽ വയ്ക്കുക. ഈ നമ്പരൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആർക്ക് വേണ്ടിയിട്ടാണ്, നമ്മളിപ്പം സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മീന്ന് കൊടുക്കുക. വേറെ ആർക്കെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്മൺ എൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. ഗിവൺ നെയിമും സർനെയിമും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പാസ്പോർട്ടിലും BRPയിലും ഉള്ള സെയിം പേര് അതേപോലെ തന്നെ സ്പെല്ലിംഗ് എല്ലാം കറക്റ്റായിട്ട് ഗിവൺ നെയിം എന്താണ്, സർനെയിം എന്താണെന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ തന്നെ കൊടുക്കണം. കണ്ടിന്യൂ. നാഷണാലിറ്റി ചോദിച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ ആണ്. അത് നമ്മൾ ഇവിടെ IND എന്ന് പറഞ്ഞ് സെർച്ച് വന്നോളും. ബാക്കി അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം നമ്മുടെ BRP നമ്പറാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ BRP നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ എക്സ്പയറി ഡേറ്റ്, നമ്മുടെ BRP കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റും നമുക്ക് അടിച്ചു കൊടുക്കാം. സോ മിക്കവാറും എല്ലാവരുടെയും ഇപ്പോഴൊക്കെ നമ്മൾ വിസ റിന്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 31st of 12th 2024 ആയിരിക്കും. കാരണം അതിനുശേഷം നമുക്ക് എല്ലാവർക്കും നമ്മുടെ വിസയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. ശേഷം കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വാലിഡ് ഇമെയിൽ അഡ്രസ്സ് അവർ ചോദിക്കുന്നുണ്ട്. വാലിഡ് ഇമെയിൽ അഡ്രസ്സ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു മെയിൽ വരും. നമ്മൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു മെയിൽ വരും. സോ ആ മെയിലിലൊരു സെക്യൂരിറ്റി കോഡ് ഉണ്ടാവും. ആ സെക്യൂരിറ്റി കോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതും അടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവർ നമ്മളെ മൊബൈൽ നമ്പറിലും കോൺടാക്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഒരു മൊബൈൽ നമ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു സെക്യൂരിറ്റി കോഡ് വരും. അതും കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം
പിന്നെ അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറിനോ ആർക്കെങ്കിലും ഒക്കെ ഒരാൾക്കും കൂടെ അക്കൗണ്ടിലേക്ക് ആക്സസ് കൊടുക്കണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ തന്നെ ചെയ്യുകയാണല്ലോ, അപ്പോൾ അതൊക്കെ നോ കൊടുത്ത് വിടാം. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം.